214 രൂപയാണ് ലാസ്റ്റത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഹൈലൈറ്റ് മാളിലെത്തി. നമ്മൾ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ഈ ബ്ലോക്കിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഒറ്റ വഴിയുള്ളൂ, കുത്തിക്കയറ്റി. ഹൈ, സോമറ്റ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, തൃശ്ശൂർ വന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച തൃശ്ശൂർ എത്ര രൂപയൊക്കെയാണ്? ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പം സമയം 11 മണിക്കാണ്. 11 മണിയായിട്ട് രാത്രി 10 മണി വരെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 11 മണിക്കൂറാണ്. എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്റെ പ്രതീക്ഷ ഒരു 1000-1400 രൂപയാണ് കേട്ടോ. അങ്ങനെ 11:55 ആദ്യത്തെ ഓർഡർ അടിച്ചത്. ഗുരുവായൂർ ടിഫിൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ആദ്യത്തെ ഓർഡർ അടിച്ചത്. ഫുഡ് റെഡി ആയില്ല, ഞാനിവിടെ വെയിറ്റാണ്. ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ എന്താണ് ബസ് സ്റ്റോപ്പ്. ഇതിനെക്കുറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ല, FM ഒക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് സ്പോട്ടുണ്ട്, ചാർജിങ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബസ്. ഇത് പരസ്യമുണ്ട് കേട്ടോ. പരസ്യമുള്ളവരെ കൊണ്ട് തന്നെ ഇതിലൊരു വരുമാനവും കൂടിയാണ്. ഇനി ഇവർ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ. നല്ല പരസ്യം, രാത്രിയൊക്കെ ലൈറ്റൊക്കെ കത്തുന്ന പരസ്യമാണ്. ഞായറാഴ്ച ഇൻസെൻറ്റീവ് പറഞ്ഞില്ല, ഞായറാഴ്ച 425 കേട്ടോ. ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻസെൻറ്റീവ് കുറഞ്ഞ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ 300 രൂപയുള്ള ഇൻസെൻറ്റീവ്, ഞായറാഴ്ച 425 ഉണ്ട്. പിന്നെ ശനിയാഴ്ച ഇന്നലെ 325 ഉള്ളായിരുന്നു. അതേപോലെ തന്നെ തിങ്കളാഴ്ച 375 ആവാനാണ് സാധ്യത. ആദ്യത്തെ ഓർഡർ എടുത്ത് നമുക്ക് ആദ്യത്തെ ഓർഡറിന് ടിപ്പുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. 15 രൂപ ടിപ്പുണ്ട് കേട്ടോ. 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ 4ാമത്തെ ഓർഡറായിട്ട് പോവാണ്. തോംസൺ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മളെടുത്തത്. തോംസൺ കാസ. ഭയങ്കര തിരക്ക് അവിടെ കേട്ടോ. ഓർഡർ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് തോംസൺ കാസ. അപ്പോൾ നമ്മൾ 4ാമത്തെ ഓർഡറായിട്ട് പോവാണ്. സമയം 1:15 ആയിട്ടുണ്ട്. ഇനി ഇത് 8 കിലോമീറ്ററാണ്. മുമ്പേ 7.something ആയിരുന്നല്ലോ. എന്തായാലും 8.5 കിലോമീറ്ററാണ് ഇപ്പം കാണിക്കുന്നത്. ഞായറാഴ്ച ആനെക്കൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. റൗണ്ട് അബൌട്ടിൻ്റെ സർക്കിളിൻ്റെ സിറ്റിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. എല്ലായിടത്തും സിഗ്നലില്ല, റൗണ്ടാണ്. റൗണ്ടുകൾ ഇഷ്ടം പോലെ. റൗണ്ട് കറങ്ങി തല അമ്മാതിരി റൗണ്ടാണ്. എല്ലായിടത്തും റൗണ്ടാണ്. നമ്മളിപ്പോൾ NH 544 കയറാൻ പോവുകയാണ് കേട്ടോ. സിഗ്നലിൽ കിടക്കുകയാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് കേട്ടോ പോകേണ്ടത്. എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന NH 544 നാലൊരു പാതയാണ്. പക്ഷെ പലയിടത്തും ഇതേപോലെ റോഡ് ക്രോസിംഗ് ഉണ്ട് കേട്ടോ. അപ്പുറത്താണ് ഹൈലൈറ്റ് മാളുള്ളത് തൃശ്ശൂർ. അവിടുന്ന് ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 4-5 ദിവസമായി ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പോയി, പക്ഷെ അവിടുന്ന് ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല. 4ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തു. 5ാമത്തെ ഓർഡർ അടിച്ചു. ഈ 5ാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് എടുത്ത റെസ്റ്റോറൻറ്റിൽ തോംസൺ കാസ്. അവിടുന്ന് തന്നെയാണ് വീണ്ടും അടിച്ചത്. അതായത് നമ്മൾ പോയ 8 കിലോമീറ്റർ തിരിച്ചോടി വന്ന് ആയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 5ാമത്തെ ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സമയം 2 മണിയായി. ഇവിടെ നല്ല ഡിലേ ആയിരുന്നു കേട്ടോ. നല്ല ഓടും ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് 3.5 കിലോമീറ്റർ ദൂരമുള്ള ഓർഡറാണ്. 6ാമത്തെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 7.5 കിലോമീറ്റർ ഡെലിവറി ഉള്ള 7.5 കിലോമീറ്റർ ദൂരമുള്ള ഓർഡറാണ്. 20 രൂപ റെയിൻ സർജിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 95 രൂപയാണ് ടോട്ടൽ എസ്റ്റിമേറ്റ് ഏണിങ്സ് കാണിക്കുന്നത്. 95 തന്നെ കിട്ടും. അപ്പോൾ ഹോട്ടൽ പത്തൻസിലാണ്. 3:44 നമ്മളിപ്പോൾ 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ലേ? യെസ്, 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് 562 രൂപയാണ് കേട്ടോ. ഇന്ന് ഇച്ചിരി ലോങ്ങൊക്കെ ഉണ്ടായിരുന്നു, 3-4 ലോങ്ങൊക്കെ ട്രിപ്പ് കിട്ടി. ഇങ്ങനെ വേണം ഓർഡർ അടിക്കാൻ. നമ്മളിപ്പോൾ 9ാമത്തെ ട്രിപ്പ് എടുക്കാൻ പോയേക്കാണ്. ഇത് എവിടെയെന്ന് വെച്ചാൽ പിസ്സ ഹട്ടാണ്. പക്ഷേ
സ്ഥലമൊന്നും കാണിക്കുന്നില്ല. ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പം ഹൈലൈറ്റ് മാളിലാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. ഹൈലൈറ്റ് മാളിലാണ്. അപ്പോഴേ ഇല്ല, ഇന്ന് ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞുള്ളൂ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഓർഡർ കിട്ടണോ കറക്റ്റ് ഇന്ന് തന്നെ അടിച്ച്. ഓക്കെ, ഹൈലൈറ്റ് മാളിലെത്തി. നേരെയാണ് ഡെലിവറി ബോയ് എവിടെ പാർക്ക് ചെയ്യുന്ന? ഡെലിവറി ബോയ് ഒക്കെ എവിടെ പാർക്ക് ചെയ്യുന്ന? ഡെലിവറി ബോയ്സ് ഒക്കെ എവിടെ പാർക്ക് ചെയ്യുന്നതെന്ന്? ഓക്കെ, തന്നെ പൈസ അടയ്ക്കേണ്ടി വരുമോ? ഇവിടെ തന്നെ പറഞ്ഞു. അറിയില്ല, ഫസ്റ്റ് ടൈം ആയിരുന്നു. അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. ആ ഇവിടുന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് കേട്ടോ അല്ലേ? ഫുള്ള് കറക്കമാണല്ലോ. അതുകൊണ്ടൊരു സൊമാറ്റോക്കാരനെ കണ്ട്. ആയി ഇവിടെ അല്ല, ഇവിടെയാണോ? ഇത് വെടിയിലാണ്. ഔ യെസ്, അവസാനം കോട്ടി. എൻ്റെ പൊന്നട പോയി. ഞാൻ പോയി പിസാട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടൊന്ന് അവിടെ കടന്ന ആ വാതിലില്ലേ, ആ വാതിൽ വഴിയാണ് കയറി പോകേണ്ടത്. തിരിച്ച് ഈ വാതിൽ കണ്ടുപിടിക്കാൻ പെട്ട പാടാണ്. കയറിപ്പോവാം നമുക്ക് ഈസിയായിട്ട്. മനസ്സിലായില്ലേ? ഈസിയായിട്ട് കയറിപ്പോയി. അങ്ങ് തിരിച്ച് ഈ വാതിൽ എവിടെയെന്നറിയാൻ വയ്യ. അവിടെ മൊത്തം കിടന്ന് കറക്കി. കുറച്ച് സമയം കറങ്ങി ഒപ്പാട് വന്നു. അവസാനം കണ്ടുപിടിച്ച്. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ എക്സിറ്റ് ഉണ്ടായിരുന്നല്ലേ. ഇത് 544 NH 544 കേട്ടോ. മുളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. മുളയം സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നമുക്കൊരു 600 മീറ്ററും കൂടെ ഉണ്ട് ഇവിടെ പിസ്സ ഡെലിവറി ചെയ്യാൻ. പതിനൊന്നാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. വിജേഷ് നമുക്ക് 15 രൂപ ടിപ്പും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറി ചെയ്യട്ടെ. ഇപ്പോൾ സമയം 6:15 കേട്ടോ. ഇതിന് ടോട്ടൽ 15 രൂപ ടിപ്പ്, 20 രൂപയുടെ മഴയുടെ സർജ് എല്ലാം കൂടെ 96 രൂപ ഇതിന് കിട്ടിയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഈ ഹോട്ടൽ എപ്പോഴും ഡിലേ ആണ്. ഇപ്പോൾ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് നോക്കണേ, ഫ്രഷ് ലൈം ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ 21 മിനിറ്റ് ഇതിൽ കാണിക്കുന്നു. ടോട്ടൽ ഏകദേശം ഞാൻ 6:30 7 മണിയാകുമ്പോൾ അരമണിക്കൂർ മേലെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായി. എടാ മൊജിറ്റോ റെഡിയായോ? റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമുക്കിന്നെ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടില്ല, 100% ഉറപ്പാണ്. കാരണം 7 മണിയായി. നമുക്കൊരു 7 മണിയായപ്പോൾ ഒരു 13 ഓർഡർ ആയിരുന്നെങ്കിൽ 8, 9, 13 മണിക്കൂറേ ഉള്ളൂ. 3 മണിക്കൂറിൽ 6 ഓർഡർ കിട്ടണം.
ചില സമയത്ത് കിട്ടും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഡിലേ ആവുകയോ വലിയ ലോങ് കിട്ടുകയോ ചെയ്താൽ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം ഇതും കൂടെ ഡെലിവറി ചെയ്താൽ മാത്രമേ, ഇതിനിപ്പോൾ 3.5 കിലോമീറ്റർ ഉണ്ട്, ഇതും കൂടെ ഡെലിവറി ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ 6 ഓർഡറും കൂടെ വേണം. മനസ്സിലായില്ലേ? ഒരു മൾട്ടി ഓർഡറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല. തൃശ്ശൂർ വന്നിട്ട് മൾട്ടി ഓർഡർ 1-2 അടിച്ചിട്ടുള്ളൂ. മൾട്ടി ഓർഡർ ഇവിടെ കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടില്ല. സമയം 7:42, 13 ഓർഡർ ആയതേ ഉള്ളൂ. നമുക്കിനി 5 ഓർഡറും കൂടെ വേണം. 10 മണി വരെ സമയമുള്ളൂ. 7:45, 8:45, 9:45, 2.25 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഇനി നമ്മൾ 5 കിലോമീറ്ററോളം ഓടേണ്ടിയിരിക്കും ഓർഡർ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ശ്രമിച്ച് നോക്കാം കേട്ടോ, അങ്ങനെ ഓർഡർ കിട്ടുമെന്ന്. ഇപ്പോൾ ഒരു ചെറിയ 1-2 ഓർഡർ കിട്ടിയായിരുന്നെങ്കിൽ രക്ഷ കിട്ടാനാണ്. ഇത് ചെറിയ ഓർഡർ കിട്ടിയിട്ടേ ഇല്ല. നിങ്ങളത് നോക്ക്, 1167 അല്ല 250 ഇൻസെൻറ്റീവ് കയറി കേട്ടോ. ആദ്യത്തെ ഇൻസെൻറ്റീവ് കിട്ടിയേ 13 ഓർഡറിനാണ് ഇന്നത്തെ ആദ്യത്തെ ഇൻസെൻറ്റീവ്. ആദ്യത്തെ ഇൻസെൻറ്റീവ് 13 ഓർഡറിനാണ്, അത് കയറി. ഇപ്പം തന്നെ 1167 ആയി. ഇനി 5 ഓർഡറും കൂടെ വേണം. കിട്ടാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ നമ്മൾ ശ്രമിച്ച് നോക്കും. കിട്ടിയാൽ വളരെ ഉപകാരം കേട്ടോ. സൊമാറ്റോ പോയി പറയുന്നത് കേട്ടില്ലേ? ചില സമയത്തൊക്കെ നമ്മൾ പറയുന്നിട്ട് സൊമാറ്റോ കേൾക്കും. കാര്യമായിട്ട് സൊമാറ്റോ പോയി 5 ഓർഡറും കൂടെ വേണം. ചെറിയ ഒരു 2 ഓർഡർ കേട്ടോ, 20. അപ്പോഴാ എണ്ണം തയ്ക്കും. നമുക്ക് ഓർഡർ കിട്ടണമെങ്കിൽ വേണ്ട ഏകദേശം 6 കിലോമീറ്ററോളം ഓടി പോകണം. ഞാൻ പറഞ്ഞില്ലേ സൊമാറ്റോ പറഞ്ഞാൽ കേൾക്കുമെന്ന്. ചെറിയ ഓർഡർ തരാൻ പറഞ്ഞപ്പോൾ സൊമാറ്റോ തന്നു കണ്ട 8 കിലോമീറ്ററിൻ്റെ ഓർഡർ. ചില സമയത്ത് സൊമാറ്റോ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ പറയുന്ന പോലെ കേൾക്കുമെങ്കിലും ചില സമയത്ത് ഓപ്പോസിറ്റ് ആയിരിക്കും കേൾക്കുന്നത്. 101 രൂപയുടെ ഓട്ടമാണ്, കുഴപ്പമില്ല. വലിയ ഓർഡർ കിട്ടിയാലും കുഴപ്പമില്ല, ഇൻസെൻറ്റീവ് കിട്ടുന്നതൊക്കെ ആവുമല്ലോ. 8ൻ്റെ പണി കിട്ടിയ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചെന്ന വഴിയുണ്ടല്ലോ, അത് താറൊന്നും ചെയ്യാത്തൊരു വഴി. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്. ചുറ്റും വയൽ കണ്ട, ഇത് കണ്ട മൊത്തം വെള്ളമാണ്. താറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഫുള്ള് കിലോമീറ്ററോളം ഉപയോഗശൂന്യ. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഈ റോഡ് പണി നടക്കുമല്ലേ, അപ്പോഴ് അവിടുന്ന് വഴിതിരിച്ച് വിടുന്ന ഒരു വഴിയാണിത്. ഫുള്ള് മണ്ണിട്ട വഴി. ആ 2 സൈഡിലും ഒന്ന് ഡിമ്മടിച്ച് ഒന്നുകൂടെ. 2 സൈഡും വയലാണ്. ഇത് കായലോ എന്തോ, രാത്രിയാരെ കൊണ്ട് ഒന്നും അറിയാമോ. എന്താ വാഹനങ്ങൾ ഒരുപാട് പോകുന്ന വഴിയാണ്, പക്ഷെ മൊത്തം ചെളിക്കെട്ടാണ്. താറ ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് പോകാൻ താറ ചെയ്തിട്ട്. അപ്പോൾ സമയം മൊത്തം പോയി. ഇപ്പം തന്നെ 8:15. ഇതുവരെ അത് ഡെലിവറി ചെയ്തില്ല. 14ാമത്തെ ഓർഡർ. ഇനി അങ്ങോട്ട് മൊത്തം ചുവപ്പും. ഓക്കെ, ഭയങ്കര ബ്ലോക്ക്. നടക്കൂല. അയ്യോ എൻ്റെ അമ്മോ, ഈ ബ്ലോക്കിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഒറ്റ വഴിയുള്ളൂ, കുത്തിക്കറ്റി പോവാം. എന്ത് ചെയ്യാനാണ്, കിലോമീറ്ററോളം ബ്ലോക്ക്. നമ്മളെന്തായാലും ആ ഷോർട്ട് കട്ട് ഗൂഗിൾ മാപ്പ് വഴി തന്നതിനെ കൊണ്ട് ഇത്രയും നേരം ബ്ലോക്കില്ലാതെ വന്നു. അല്ലെങ്കിൽ ഫുള്ള് ബ്ലോക്ക് പെട്ട് ഇതിനേക്കാളും സമയം പോയാൽ കേട്ടോ. ഇത് എത്ര വർഷമായി ഈ റോഡ് പണിയാ ഇങ്ങനെ ആയെന്നാ. ഇവിടെ ഉള്ളവർ പറയുന്നത് കുറേ നാളായെന്ന് ഈ റോഡ് പണി കാണാൻ തുടങ്ങിയിട്ട്. ഇതുവരെ പണി തീർന്നില്ല. ഇത് കുറേ ഭാഗത്ത് കോൺക്രീറ്റ് താറിങ്ങി അങ്ങനെയൊക്കെയാണ്. കോൺക്രീറ്റ് കുറേ ഭാഗത്ത് ഒരു സൈഡിലാണ് തീർന്ന്, ഇനിയും തീരാനുണ്ട്. അവിടെ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക്. നമുക്ക് നമ്മൾ പോകുന്നത് റോങ് സൈഡാണ്. ഇവിടെ റോങ് സൈഡ് ഒന്നും പറഞ്ഞിട്ട് ഇന്നിട്ട് കാര്യമില്ല. എന്ത് നല്ല സുന്ദരമായ ബ്ലോക്ക്.
മോശമാണ്. ആയി അവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക് കിടക്കും, നല്ല കട്ടിക്ക് നോക്കുക. ഒരു രക്ഷയില്ല. ഇന്ന് എൻ്റെ ഇൻസെൻറ്റീവും പോയി, കിട്ടത്തില്ല. ഓ ബ്ലോക്ക് കഴിഞ്ഞു തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ ഇനി പച്ചയാണ്, നീലയാണ് കാണിക്കുന്നത്, അപ്പോഴും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓ എവിടുന്നാണ് ബ്ലോക്കാണ് തോന്നുന്നത്. റൈറ്റ് സൈഡിൽ വണ്ടി അനങ്ങിയിട്ടില്ല, അതാണ് ഞാൻ മുമ്പേ പറയുന്നത്. ഓ നമ്മൾ പെട്ടു ബൈക്ക് ആയനെ കൊണ്ട് ഗതികെട്ട് കുത്തിക്കയറ്റി കൊണ്ട് പോകുന്ന, അല്ലാതെ ഒരു രക്ഷയില്ല. വണ്ടി അനങ്ങുന്നുണ്ടോ നോക്കൂ, വണ്ടി അനങ്ങുന്നില്ല. ഞാൻ എങ്ങനെ തിരിച്ചു വിടുന്ന് പോകും? വല്ല ചിറക്കും വണ്ടെങ്കിൽ പറന്നു പോകാൻ, അല്ലാതെ നടക്കുന്ന കാര്യമല്ല. ഓ കിലോമീറ്റർ, ഇതൊക്കെ തൃശ്ശൂർ വരെ ഈ ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ ഞാൻ രാജിയൊക്കെ പോകണം. എനിക്ക് ഇൻസെൻറ്റീവ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കാൻ പോകാം, എനിക്ക് ഓർഡറേ വേണ്ട. ആ ഓർഡർ വരെ പോക്ക്. എനിക്ക് ഇൻസെൻറ്റീവ് വേണ്ടേ, എനിക്ക് വേണ്ടേ. ഈ ഓർഡർ അടിക്കാതിരുന്നാൽ മതിയേ, ഉള്ളത് കൊണ്ട് മതിയേ, എനിക്ക് മതിയായേ. അങ്ങനെ നമ്മൾ ആ ഫുഡ് ഡെലിവറി ചെയ്തു. ഇവിടെ അമല ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. ഇതിന് ഏകദേശം 100 രൂപയാണ് അവർ എസ്റ്റിമേറ്റ് കാണിച്ചത്. 101 രൂപ കറക്റ്റ് അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 20 രൂപ ചാർജ്. ടോട്ടല് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1268. കുഴപ്പമില്ല, പക്ഷെ ഞായറാഴ്ചയാണ്, അതാണ്. ഓ ഇനി തിരിച്ചു പോകണമല്ലോ. ഇവിടുന്ന് കാണാൻ ഒരു ഓർഡർ കിട്ടിയായിരുന്നെങ്കിൽ ചെറിയത്. ഇവിടുന്നൊക്കെ ഓർഡർ അടിക്കോടെ. ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്ന. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന. 14 ഓർഡറായി. നമുക്ക് 4 ഓർഡറും കൂടെ വേണം. സമയം 8:25 8:30 ആവും. ഇപ്പോൾ 4 ഓർഡർ അസാധ്യമാണ്. ഇനി 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാൻ അതേപോലെ അസാധ്യമല്ല, പക്ഷേ മൾട്ടി ഓർഡർ കിട്ടിയാൽ നടക്കും. പക്ഷേ ഇനി മൾട്ടി ഓർഡർ കിട്ടില്ല, ഇവിടെ പൊതുവേ കുറവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയതിനു ശേഷം മൾട്ടി ഓർഡർ കുറവായി. അപ്പം നമുക്കിനി ഇപ്പം നമുക്ക് റെയിൻ സർജ് ഇന്ന് നല്ലോണം കിട്ടി കേട്ടോ. വലിയ മഴ പെയ്തില്ലെങ്കിൽ ഇന്ന് റെയിൻ സർജ് ഏകദേശം 160 രൂപ റെയിൻ സർജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3 ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത ഓർഡർ കിട്ടി. ഓഹോ വലിയ ഓർഡർ. എന്തായാലും ഇൻസെൻറ്റീവ് ഫുള്ള് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വലിയ 2 ഓർഡറും കിട്ടട്ടെ, അപ്പോൾ ഇൻസെൻറ്റീവിൻ്റെ സെയിം അതൊക്കെ ആവും. ഇതിപ്പോൾ 71 രൂപയുടെ ഓർഡറാണ്. മക്ഡൊണാൾഡ് ഇത് എവിടെയാണെന്നറിയാൻ വയ്യല്ലേ. ഓഹോ ആ ബ്ലോക്ക് മൊത്തവും കഴിഞ്ഞിട്ട് വേണം ചെല്ലാൻ. ഓ സോബ സിറ്റിയിലുള്ള മക്ഡൊണാൾഡ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ സോബ സിറ്റിയിൽ നമ്മൾ പോകാൻ പോകുന്നത്. ചലോ സോബ സിറ്റി. പക്ഷേ ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞെത്തപ്പോഴത്തേക്ക് വടിയാവും എന്ന് പറഞ്ഞാൽ ആള് തീരും. അമ്മാതിരി ബ്ലോക്കല്ലേ. ബ്ലോക്ക് തുടങ്ങിയാണ്ട ബസ്സുകാരൊക്കെ ഇതേപോലെ റോങ് സൈഡ്. ഞാൻ കാണിച്ചു തരാം, അല്ല ഞാൻ കയറി പോകല്ല, ഞാൻ കാണിച്ചു തരാം. ബസ്സുകാരൊക്കെ കണ്ട ഇതേപോലെ ഇങ്ങനെ റോങ് സൈഡ് വഴിയാണ് കയറി പോകുന്നത്. അത് ശരിയല്ല. അതോ ബസ്സുകാർ ഒരു ട്രാവലറൊക്കെ പോകുന്നത് കണ്ട് ഇതേപോലെ റോങ് സൈഡിൽ കയറി പോകും. അത് എന്ത് പരിപാടിയാണെന്ന് ആലോചിച്ച്. ഇങ്ങനെ കണ്ട നമ്മൾ ഇതേപോലെ റോങ് സൈഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇത്രയും വണ്ടി ഇവിടെ കിടക്കുമ്പോൾ ആ ബസ്സുകാരൊക്കെ അങ്ങനെ പോകുന്നത് ശരിയുണ്ടോ? ഇതേപോലെ പോകുന്നത് ശരിയാണോ അല്ലേ? എൻ്റെ ബാക്കിൽ മൊത്തം വണ്ടികൾ റോങ് സൈഡാണല്ലോ.
ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. അതുകൊണ്ടല്ല വണ്ടി റോങ് സൈഡ് പോകരുത്. അയ്യോ എടാ ഇത് ഈ വണ്ടിയൊക്കെ എപ്പോൾ അങ്ങ് എത്താനാണ്? ഇവിടെ കാണാം കൂട്, ഇന്ന് രാത്രി ഇവിടെ കൂട്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ നടക്കുന്ന കാര്യമല്ല ഇത്, അങ്ങനത്തെ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ആൾക്കാർ വന്ന് കുത്തിക്കയറ്റപ്പോൾ അവിടെ ബ്ലോക്കാവും. അതുകൊണ്ട് ഞാൻ അവിടെ കുത്തിക്കയറ്റൂല. വേണ്ട മാന്യനായിട്ടണ്ട നേരെ വഴി ഓല മതി. എങ്ങനെയുണ്ട് കണ്ടോ? ഓ മൾട്ടി ഓർഡറാണ്, മൾട്ടി ഓർഡർ 178 രൂപയുടെ ഓർഡറായി. വാവ് 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 വാട്ട് എ ബ്യൂട്ടി. അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടുമോ? ഇതും കൂടെ കിട്ടപ്പം 14-16, പിന്നെ ഒരു 2 ഓർഡറും കൂടെ വേണം. ഇതൊരു 9 മണിക്ക് ഡെലിവറി ചെയ്താൽ ചിലപ്പോൾ ഈ ഇവിടുത്തേക്ക് പ്രൈവറ്റ് ബസ്സുകാരുണ്ടല്ലോ, ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ ക്ലീനർ വന്ന് ഇറങ്ങി ബ്ലോക്ക് അഴിച്ച് അവരെ കയറ്റി വിടും. ബാക്കിയുള്ളവരെയൊക്കെ ബ്ലോക്കാക്കിയിട്ട് ബസ്സിനകത്ത് കയറ്റി വിടും. അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ. ഓ അടി തട്ടി ഹീറോയുടെ ഈ വണ്ടിയുടെ. ഓ വണ്ടി ടയർ അടി തട്ടിയിട്ടില്ല കേട്ടോ, ബോഡി തട്ടിയിരിക്കുക. മൾട്ടി ഓർഡർ അടിച്ച് അത് നമുക്ക് എടുക്കാനൊന്നും പറ്റൂലേ, അത് ക്യാൻസലാവും. അങ്ങ് എത്തപ്പോഴത്തേക്ക് ഒരു സമയമാവില്ലേ, ലേറ്റായി കഴിഞ്ഞാൽ അടുത്തൊരാൾക്ക് കിട്ടും, നമുക്ക് കിട്ടൂലേ. അപ്പം എന്താ ചെയ്യാനാ, ഞാനിപ്പോൾ എന്തു പറക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ മൾട്ടി ഓർഡറിൽ ഒരെണ്ണം ക്യാൻസലാവും ഉറപ്പാണ്. ഫ്രണ്ട്സ്, വലിയൊരു പോരാട്ടത്തിൻ്റെ ഒടുവിൽ നമ്മൾ സോബ സിറ്റിയിൽ എത്താറായിട്ടുണ്ട്. ഇനിയും പോരാട്ടം നടത്തണം കേട്ടോ, ഇതിലവിടെ എത്തും. എന്താണിത് ഇപ്പോൾ? സോബ സിറ്റി, സോബ സിറ്റി, സോബ സിറ്റി, സോബ സിറ്റി. ഇതൊക്കെ എൻട്രി, ഇതൊക്കെ എന്നെ. അങ്ങനെ നമ്മൾ സോബ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ സോബ സിറ്റിയിൽ നിന്ന് സാധനം എടുക്കുന്നത്. സോബ സിറ്റിയിലെ മാള്, സോബ മാള്. സോബ എന്താ മാളിൻ്റെ പേരെന്താണ്? സോബ സിറ്റിക്കുള്ളിലെ മാള്. വിസിറ്റ് താഴത്തെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഇല്ലേ, അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഈ ലെഫ്റ്റ് വഴി കയറി പോകണം. ഇവിടുത്തെ പാർക്കിംഗ് ഉണ്ടോ, ഇത് കൊള്ളാം കേട്ടോ, ഈ സെറ്റപ്പ് കൊള്ളാം. അതായത് താഴെ ഒരു വണ്ടി ഇടും, ഇതിൽ മേലും വണ്ടി കയറും. അതുണ്ടോ, ഈ വണ്ടി താഴെ വണ്ടി കയറപ്പോൾ ഇത് പൊക്കി മേളി കയറും, എന്നിട്ട് ഇതിൻ്റെ താഴെയും പാർക്ക് ചെയ്യാം. അത് കൊള്ളാം കേട്ടോ. ഇവിടുന്ന് ഓർഡർ എടുക്കേണ്ടത് ഈ അണ്ടർഗ്രൗണ്ട് വഴി ഇറങ്ങി പോയി പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കാൻ ഒരു ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി കയറി മേളിലെത്തിയാൽ മതി. ഓ ഇത് മൾട്ടി ഓർഡറാണ് കേട്ടോ, മൾട്ടി ഓർഡർ കിട്ടി. ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ബ്ലോക്കിൽ നിന്നായിരിക്കില്ലേ, ബ്ലോക്കായിരിക്കില്ലേ. അങ്ങോട്ടാ, തൃശ്ശൂർ ടൗണിലേക്കാണ്, കുഴപ്പമില്ല, കുറച്ച് ബ്ലോക്കേ ഉള്ളൂ. ബ്ലോക്കൊന്നും മാറിയിട്ടില്ല, പക്ഷെ വണ്ടി അനങ്ങി പോകുന്നുണ്ട്, നിൽക്കുന്നില്ല കേട്ടോ. അനങ്ങി പോയാലും മതി. നിന്ന് പോയ വണ്ടി അവിടെ നിൽക്കും, പിന്നെ അനങ്ങി. ഫുൾ ഇൻസെൻറ്റീവ് കിട്ടില്ല, പക്ഷെ വിഷമമില്ല. നമുക്ക് ഈ ലാസ്റ്റത്തെ ട്രിപ്പിന് കിട്ടിയിരിക്കുന്നത് 201 രൂപയാണ്. അതായത് കണ്ട കേട്ടോ, അത് 12 രൂപ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ. ടോട്ടലി 213 രൂപ, 13 രൂപ 50 പൈസ, അല്ല 214 രൂപ കിട്ടിയിട്ടുണ്ട്. 214 രൂപയാണ് ലാസ്റ്റത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നോക്കാം, നമ്മൾ ടോട്ടൽ 15
അല്ല 16 ട്രിപ്പ് ആയിട്ടുണ്ട്. 214 രൂപയാണ് കേട്ടോ ലാസ്റ്റ് ഓർഡറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോഴേ ഫുൾ ഇൻസെൻറ്റീവ് ഇനി കിട്ടത്തില്ല. ഇനി 9.5 ആയി. നമ്മൾ ഒരുപാട് ലോങ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സോണിയിൽ നിന്ന് വെളിയിലല്ല എങ്കിലും ഒരുപാട് നമ്മളിപ്പം തൃശ്ശൂർ ടൗണിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് കാണിക്കുന്നുണ്ടോ. 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴവിടെ അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ 15-20 മിനിറ്റ് എടുക്കും. അപ്പോഴത്തേക്ക് 10 മണിയാവും. ഇനി 2 ഓർഡർ ഇമ്പോസിബിളാണ്, നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഒരു മൾട്ടി അടിക്കണം, അത് എനിക്ക് കിട്ടത്തില്ല. അപ്പോഴേ ഫുൾ ഇൻസെൻറ്റീവ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പോട്ടെ, നമുക്ക് ഇപ്പോൾ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്, പക്ഷെ ഒരു ഓർഡറും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു 100 രൂപയും കൂടെ അധികം കിട്ടിയാണ് കേട്ടോ. ഇപ്പം തന്നെ 1586 ഞാൻ 1400 രൂപ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേ 1500 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടൊരു 1700 രൂപ കിട്ടിയാനാണ് കേട്ടോ. ഓ, നമുക്ക് ഒരു ഓർഡർ വേണമെങ്കിൽ കിട്ടും. നമ്മൾ കുറച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓർഡർ കിട്ടും. പക്ഷേ ഒരു ഓർഡർ കൂടെ കിട്ടിയാൽ നമുക്ക് 100 രൂപയും കൂടെ അധികം കിട്ടും അല്ലേ? എത്ര രൂപ അധികം കിട്ടും നോക്കട്ടെ. അല്ല 16 ഓർഡർ നമ്മൾ ഇൻസെൻറ്റീവ് കിട്ടി. 16 ഫ്രണ്ട്സ്, നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. അയ്യോ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഗൈസ്, നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഇപ്പം അറിയാമല്ലോ, ഇപ്പം നമുക്ക് ഏണിങ്സ് ഓർഡർ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏണിങ്സ് എനിക്ക് 1170 കംപ്ലീറ്റ് ചെയ്ത് 9 കിക്ക് കംപ്ലീറ്റ് ചെയ്താൽ 425 കിട്ടും. പക്ഷെ നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 18 ഓർഡർ ആവണം. പക്ഷെ നമുക്ക് 18 ഓർഡർ ആയില്ല, 16 ഓർഡർ ആയിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഇൻസെൻറ്റീവും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഏണിങ്സ് നമുക്ക് 1170 നേടിയിട്ടുണ്ട്. നമ്മൾ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയത് ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയി കേട്ടോ. ഞാൻ ആ ഏണിങ്സിൻ്റെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. കാരണം ഏണിങ്സ് ഒരിക്കലും നേടിയെടുക്കാൻ പാടത്തില്ല, അത്രയും വലുതാണ്. പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയതെല്ലാം ലോങ് ആയതിനെ കൊണ്ട് തന്നെ ഏണിങ്സിന് നമ്മൾ ഫുൾ ഇൻസെൻറ്റീവ് പിടിച്ചു. ഹാപ്പി വെരി വെരി ഹാപ്പി. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇൻസെൻറ്റീവ് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഒന്നീ ഓർഡറോ അല്ലെങ്കിൽ ഏണിങ്സോ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓർഡർ ആണെങ്കിൽ 19 ഓർഡർ, ഏണിങ്സ് ആണെങ്കിൽ 1170. എന്താണ് ഓർഡർ ഏണിങ്സ് ആണ്. അത് കിട്ടണമെങ്കിൽ നല്ല മിക്കോളം ലോങ് അടിച്ചാലേ കിട്ടും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതുകൊണ്ട് അത് നല്ലതാണ് കേട്ടോ. വളരെ വളരെ നന്നായി, ഇപ്പം പ്രയോജനമായി. എനിക്ക് ഒരിക്കലും ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ 2 ഓർഡർ കിട്ടണം. ഈ ഓർഡർ കിട്ടണമെങ്കിൽ ഏകദേശം 10-15-20 മിനിറ്റ് യാത്ര ചെയ്യണം. നമ്മൾ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ പക്ഷേ എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. ഫുൾ ഇൻസെൻറ്റീവ് ഇനി നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് 350 രൂപ ഇൻസെൻറ്റീവും കൂടെ കൂട്ടി 1586 രൂപയാണ്. ഇനി നമുക്ക് നമുക്കൊരു 75 രൂപയും കൂടെ എക്സ്ട്രാ ആവും. അങ്ങനെ ടോട്ടൽ 1600 മുകളിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. 1600 മേളിലാണ് തൃശ്ശൂരിൽ വന്ന ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. സൊമാറ്റോ ചെറിയ ഓർഡർ തന്നില്ല, പകരം വലിയ ഓർഡർ തന്നു. നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് ഒപ്പിച്ചു തന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സൊമാറ്റോ നമ്മൾ പറയുന്ന കേൾക്കുമെന്ന്. കൃത്യമായിട്ട് നമ്മൾ ചെറിയ ഓർഡർ വേണമെന്നാണ് പറഞ്ഞതെങ്കിലും സൊമാറ്റോ തന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ ഓർഡർ തന്ന് നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് തന്ന്. അതാണ് സൊമാറ്റോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് സർപ്രൈസ് ആയി പോയി. ഇപ്പോഴത്തെ ഇൻസെൻറ്റീവ് ഹൈബ്രിഡ് ഇൻസെൻറ്റീവാണ്. ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഗുണമാണ്. അതിൻ്റെ ഗുണം ഇങ്ങനെ കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഞാനത് ശ്രദ്ധിച്ച പോലും ഇല്ല. എന്നൊക്കെ ലാസ്റ്റ് എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം, അപ്പോഴും മനസ്സിലാവും.
എന്തായാലും ഇനി ഞാൻ പതിയെ നമ്മൾ പതിയെ റൂമിലേക്കാണ് പോകുന്നത്. ഓർഡർ അടിച്ചാൽ 10 മണിക്കുള്ളിൽ ഒരു ഓർഡർ കൂടെ അടിച്ചാൽ അതും കൂടെ ഡെലിവറി ചെയ്യും. പക്ഷെ അടിച്ചില്ലെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും. ടോട്ടൽ എത്ര കിട്ടിയെന്നുള്ള സ്ക്രീൻഷോട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.